ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ വ്യത്യസ്തമായി കാഷ്യൂ കൊണ്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. ഈ ഐസ്ക്രീം വളരെ ഈസിയായിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഈ മൈദ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിൻ്റെ കളറൊന്നും മാറാതെ ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ ചൂടാക്കിയെടുക്കാം. ചൂടായ മൈദേനെ നമുക്ക് തണുക്കാനായി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്ത മൈദേനെ ഒരു ബൗളിലേക്ക് എടുത്ത് നമുക്കതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് ചെറുതായൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. പാല് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പാലും കാഷ്യൂമായിട്ട് നന്നായി അലിഞ്ഞു ചേരുമ്പോൾ നമുക്കിതിലേക്ക് മൈദയുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നമുക്ക് കൈയെടുക്കാണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കാവുന്നതാണ്. നമ്മുടെ ഐസ്ക്രീമിൻ്റെ കൂട്ട് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്, നല്ലതുപോലെ തിക്കായിട്ടുണ്ട്. നമുക്കിനി മിക്സിയുടെ ഒരു ജാർ എടുത്ത് ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടറിന് പകരം വാനില എസൻസ് ചേർത്താലും മതിയാവുന്നതാണ്. ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ പേസ്റ്റിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഇത് അടച്ചു കൊടുക്കാം. ഈ പാത്രം അടച്ച് നമുക്കൊരു 4 മണിക്കൂർ ഫ്രീസറിൽ സെറ്റാകാൻ വയ്ക്കാം. 4 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒന്നുകൂടെ ഒരു 2-3 മിനിറ്റ് അടിച്ചെടുക്കാവുന്നതാണ്. നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഒന്നുകൂടെ കവർ ചെയ്ത് നമുക്കിത് അടച്ച് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വയ്ക്കാവുന്നതാണ്. ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ കാഷ്യൂ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് സ്കൂപ്പായിട്ട് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പാത്രത്തിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഗാർണിഷിന് വേണ്ടി നമുക്കിതിൻ്റെ മുകളിൽ 2 കാഷ്യൂനട്ട് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഷ്യൂ ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ താങ്ക് യു.